ഞങ്ങളുടെ ഓരോ യാത്രയും തുടങ്ങുന്നത് ഇങ്ങനെ കേട്ടോ. ആദ്യം ഞങ്ങൾ ഓരോ ഡേറ്റ് ഇടും. എന്നിട്ട് പിന്നെ എവിടെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങനെ ഇറങ്ങണം, എപ്പോഴിറങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം, ഇങ്ങനെ എല്ലാം തീരുമാനമാക്കി ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കും കേട്ടോ. എത്ര കിലോമീറ്റർ പോകണം, എത്ര മണിക്ക് ഇറങ്ങണം, എവിടെയെല്ലാം കയറണം, പിന്നെ ഓരോന്നിനും എത്ര ഏകദേശം ചിലവ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കും. ഡേറ്റ് നോക്കുവാണേ. കാര്യം നമുക്ക് ആദ്യം നമുക്ക് ലീവ് എടുക്കണമല്ലോ. ലീവ് എടുക്കാതെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന ദിവസങ്ങളൊക്കെ നോക്കി അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ആലോചിച്ച് എഴുതിയൊക്കെ വെക്കുവാണേ. അപ്പം ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ഇപ്പോൾ ഒരുപാട് നാളായി, ഒരുപാട് വർഷങ്ങളായി ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ഒരു യാത്രയാണ് ചെന്നൈ. അപ്പോൾ നമ്മൾ ചെന്നൈയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പം അവൻ അവധിയാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അവന് അവധിയാണെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് പെട്ടെന്നിത് പോകുന്നതിൻ്റെ തലേക്കും തലേ ദിവസം ആണ് ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. കാര്യം ഒരു ഏകദേശം പോകാമെന്നൊക്കെ ഉറപ്പായത് ആ ദിവസമാണ്. അങ്ങനെ ഞങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലീവ് ഫാറം തയ്യാറാക്കുവാണ്. അപ്പോൾ ഒരു 5 ദിവസത്തെ അവധി എടുത്തിട്ട് വേണം പോകാൻ. കാര്യം നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് യാത്ര, ഒരു ദിവസം ഇങ്ങോട്ട് യാത്ര, പിന്നെ ഇടയ്ക്കൊരു 3 ദിവസം വേണമല്ലോ. അവിടെ കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അങ്ങനെ അതും തയ്യാറാക്കി വെച്ചു. ഇനി അടുത്ത പരിപാടി ഇതാണ്, നമ്മുടെ ഡ്രസ്സെല്ലാം എടുത്ത് വയ്ക്കണം. അപ്പം എനിക്ക് അവൻ്റെ മാത്രം ഡ്രസ്സ് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ അതെല്ലാം പാക്കിങ്ങിനായിട്ടെല്ലാം എടുത്ത് റെഡിയാക്കി. ഇനി അതെല്ലാം തേച്ച് ബാഗിനകത്താക്കണം. അപ്പം മഴയൊക്കെയാണോ എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ ഡ്രസ്സ് എടുത്തു കേട്ടോ. ഒരു 6 ജോഡി ഡ്രസ്സ്, 6 ജോഡി അവൻ്റെയും 6 ജോഡി എൻ്റെയും, അങ്ങനെ 2 ബാഗിനകത്താക്കി അതവിടെ വെച്ചു. പിന്നെ നമ്മൾ പോകുന്നത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോൻ്റെ അടുത്തോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ചെന്നൈ ആയതുകൊണ്ട് ഒരുപാട് ദിവസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ അങ്ങനെ ഒന്നും എടുത്തില്ല. അപ്പോൾ ഡ്രസ്സ് മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ അത് മാത്രം ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വെളുപ്പിനെ 3 മണിക്ക് കുട്ടമ്പേരൂരിൽ തിരിച്ചു. അപ്പോൾ രാവിലെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വലത്തോട്ട് പോയാൽ കുട്ടമ്പേരൂരമ്മയും ഇടത്തോട്ട് പോയാൽ കുന്നത്തൂരമ്മയാണ്. അപ്പോൾ അവിടെ കാണിക്കയിട്ടതിന് ശേഷമാണ് നമ്മൾ ഏത് യാത്രയായാലും എങ്ങോട്ട് പോവുകയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. രാവിലെ ഉണ്ടോ വെളുപ്പിന് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു. അപ്പം ഞാൻ ഒരു 3-4 ഭാഗങ്ങളായിട്ട്, എത്ര ഭാഗം വരുമെന്ന് അറിയത്തില്ല, അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള പാർട്ടായിട്ട് വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്ന. കാര്യം നമ്മളവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും അവിടെ വരെ എത്തുന്ന കാര്യങ്ങളും തിരിച്ചു വരുന്നതും എല്ലാം കൂടെ നമുക്കൊന്നിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കാണിക്കുന്നത് ഇവിടെ മുതൽ നമ്മൾ ചെന്നൈ കൽപ്പാക്കത്താണ്. അവിടെ വരെ എത്തുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം. അപ്പോൾ അവിടെ നമ്മളെ ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ചകളും പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്തോ വേണം എന്നുള്ളത്. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പ്ലാൻ ചെയ്ത് അവർക്കെല്ലാം അറിയാവുന്ന എവിടെയൊക്കെ പോകണം. അത് കാരണം ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് എവിടെയൊക്കെ പോകണമെന്ന് ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള വീഡിയോകളിടാം. അപ്പോൾ ഇന്ന് ചെന്നൈ വരെയൊക്കെ എത്തുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ കുട്ടമ്പേര് അമ്പലത്തിൽ കാണിക്കയൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഞാൻ വിചാരിച്ച് കാണാൻ പറ്റത്തില്ലെന്ന്. എന്തായിരുന്നു അവിടെ എഴുതി കാണും സ്ഥലത്തിൻ്റെ പേര്. കൊള്ളാം, നല്ല രസമുണ്ട്. അട്ടയുണ്ടോടാ താഴെ? എൻ്റെ കാലങ്ങനെ കയറി കാണുന്നു. നല്ല രസമുണ്ട്. കണ്ടോ, ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ ഇവിടെ. രാവിലെ ഇത്ര വെളുപ്പങ്കാലമായിട്ടും. വളഞ്ഞെങ്ങാനം, അതാണ്ട് വളഞ്ഞെങ്ങാനം. വേണ്ട, കുഴപ്പമില്ല. ആ വീഡിയോ എടുത്തോണ്ടിരിക്കുക. അത് വളഞ്ഞെങ്ങാനം വാട്ടർഫോൾ. ഇതെവിടെയാണ്? കുട്ടിക്കാണ് ആയില്ല. ഇണ്ടിപ്പെരിയാർ ഇതൊന്നും കാണാനില്ല. കടുമല ഇരുട്ട് മാത്രമേ ഉള്ളൂ. കിട്ടി തുടങ്ങിയടാ, പെട്ടെന്ന് വന്നു തുടങ്ങി. വെള്ളച്ചാട്ടം
വളവാ, വലിയ വളവ്. KK റോഡ്. ഇത്രയും വലിയ റോഡിൻ്റെ അറിയത്താണ് നമ്മൾ താമസിക്കുന്നില്ലേ? കണ്ട് ഇവിടെ എന്തോ കാണാനുള്ള ഒരു നമ്മളെല്ലാടും തേയില തേയില എടുത്തേന് 6 മണിക്കല്ല, നമ്മള് 3 മണിക്ക് എണീറ്റ 2:45. 6 മണിക്ക് എണീക്കുമ്പോൾ 9 മണിക്ക് വിശക്കുന്നവർക്ക് 3 മണിക്ക് എണീക്കും. 6 മണിക്ക് നമ്മളെ വീട്ടിൽ എത്ര ഉള്ളു? നമ്മൾ വീട്ടിൽ നോക്കാൻ ഫുഡിൻ്റെ ഒക്കെ പടം കണ്ട വിശപ്പ് മാറും. അടിപൊളി വ്യൂ. ഏതാ ഒരു കുഴൽ തുടങ്ങി കുഴൽ. തണുപ്പാ നല്ല തണുപ്പാ. ചൂടാവോ? വളവാ വളവ്. ഇതാണ് മുത്തശ്ശൻ്റെ ഹെയർ പിൻ വളവ്. ഹെയർ പിൻ വളവാ, അടിപൊളി. ഇതാണ് ഹെയർ പിൻ വളവ്. ആ ബസ് പോകുന്നുണ്ടോ? എൻ്റെ ബസ് കയറി ഉണ്ട് കണ്ടോ? ഇവിടുന്ന് പോയ ബസ്. ഇതെല്ലാം കുമളിയാണോ? ഇതാണ് വെള്ളം കൊണ്ടുവന്നേ സ്റ്റോക്ക്. ഇത് തന്നെ ഇങ്ങനെ കാണുന്നില്ല. ഇവിടെ വെള്ളച്ചാട്ടം. ഇവിടെ കണ്ട് വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു. നമ്മളവിടെ ഇല്ലേ നൃത്തി ഒരിക്കൽ പാത്രമൊക്കെ കഴുകുകയൊക്കെ ചെയ്തത്. ആ അപ്പുറത്തെ സൈഡിലുള്ളത് എടുക്കാൻ പറ്റത്തില്ല. അത് കറങ്ങി വരുമ്പോൾ വീണ്ടും ഇപ്പുറത്ത് അവർക്ക് ലോറി ഇല്ലേടാ, അവർക്ക് നോക്കി പിന്നെയും വളവുകളാ, പിന്നെയും വളവാ. വണ്ടിയും വരുന്നു. എന്തിനാ അവിടെ ഇരുന്നെടുത്താൽ മതി, അങ്ങോട്ടൊന്നും പോണ്ട. വേണ്ട അങ്ങോട്ട് പിടിക്കട്ടെ, കാറിൻ്റെ കാണാതെ പോലും കാണുന്നത്. പിന്നെ കാറിൻ്റെ ഒന്നും വരാതിരിക്കും. കാറ് പോകുന്ന കുറച്ച് വേണോ? കിട്ടും. കാറ് പോകുന്നത് ഇങ്ങനെ പോകുന്നത് വേണോ? ആരും പിടിച്ചോണ്ടൊന്നും ഇരിക്കണ്ട. അത് കണ്ടാലും അതിനകത്ത് മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനമുണ്ട്. അതിന് ഓയിലും വെച്ച് അതവിടെ വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി ഇല്ലയോ? ആ ഇത് എടുത്തായിരുന്നോ? ഞാൻ വിചാരിച്ചു ഇത് എടുത്തില്ല നേരത്തെ, കാരണം ഇന്നലെ മേശപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ അതിന്റെ പുറത്തങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇല്ലയോ? അത് കൊള്ളാം. ഇനി ആദ്യം വെച്ച് കുറച്ച് ഞാൻ എന്റെ ഫോൺ വെച്ചെടുത്തില്ല. ഞാൻ വീട് വരെ 10 കിലോമീറ്റർ എടുത്തില്ല. അതിലൊന്ന് വെച്ചു.
വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് വെച്ചിട്ട് അങ്ങോട്ട് തട്ടി ഗ്ലാസ്സിൽ വെക്കുന്ന പോലെ നേരെ ഇരിക്കട്ടെ. കണ്ടാ ചരിഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങോട്ട് തള്ളിക്കും പതിലെ ഗ്ലാസ്സിൽ തട്ടുമ്പോൾ അത് ക്യാമറ ശരിയായി വരും. അത് സ്വിച്ച് അങ്ങനെ ഇരിക്കും. മേളത്തെ സ്വിച്ച്, ബട്ടണിന്റെ സ്വിച്ച്. അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ ഇല്ല, അത് നീട്ടിക്കും. വോളിയം ബട്ടൺ നീങ്ങിയിരിക്കുക വീണ്ടും. ഇവിടെ ഫ്രണ്ടിലോട്ട് വെച്ചാൽ മതി, അത്രയൊന്നും നീക്കണം. ഞാൻ വിചാരിച്ചു S23 അങ്ങ് എന്നിട്ടുള്ള വീഡിയോ എടുക്കാം. ഇത് നമ്മളെ കിട്ടും. രണ്ടും ഒന്നിച്ചെടുക്കും. കണ്ടോ, എല്ലാ ഭയങ്കര അതിശയങ്ങളൊക്കെ അതിലുണ്ട്. അതൊന്നും പറയത്തില്ല നമ്മളോട്. മീൻസ് അന്നേരം രണ്ടും കൂടെ ആകുമ്പോ സ്പേസ് പോകും. അത് വേണ്ട. അല്ല പിന്നെ അങ്ങ് ചെല്ലുമ്പോഴേ അല്ല നാളെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ പിന്നെ ഇതില്ലാതെ പോകും. ഞാൻ ഇങ്ങനെ ഇരുന്നോ? എനിക്ക് വീഡിയോ എടുക്കുന്നതിനോ സ്ഥലം പോകുന്നതിനോ ഒന്നും ഒരു വിഷമമില്ല. പക്ഷെ അതാ 2 ആഴ്ച ഇട്ടേക്കെന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ല, വീഡിയോ കണ്ടില്ല. എനിക്കുള്ളൂ അതൊക്കെ നമ്മൾ പിന്നൊക്കെ ഇട്ടണനെ തന്നെ വീഴണമെന്ന് പറയിപ്പിച്ചു. ആൾക്കാർ കണ്ടിട്ട് അറിയാക്കുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്യാം. ശരിയാ. പക്ഷേ ഞാൻ ആലോചിച്ചു ഡാഷ് ക്യാം വെക്കണമെന്ന്. ഡാഷ് ക്യാം ഒന്ന് വെച്ചാൽ മതി, പൈസ നോക്കണ്ട. ഡാഷ് ക്യാം എന്ന് പറഞ്ഞാൽ നമ്മളെ 24 മണിക്കൂർ കാറിലേക്ക് റെക്കോർഡാവും. നമ്മുടെ ഫോണിലും കിട്ടും വേണ്ടുന്ന വീഡിയോ. അതായത് ഞാനിപ്പോൾ രാവിലെ 3 മണി തൊട്ട് 6 മണി വരെ ഉള്ളത് എനിക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് മാത്രം ഡൗൺലോഡ് ആയി വരും. മറ്റേ നമ്മുടെ വഴികാട്ടി ഇപ്പൊ അവന്റെ കൺട്രോൾ ഇല്ല. നോക്കിയാൽ കുമളി കഴിഞ്ഞിട്ടെന്നാ പറഞ്ഞേ. സമ്പത്തൊന്ന് വാങ്ങിക്കാവുന്ന പറഞ്ഞത് അപ്പം വാങ്ങിക്കാവുന്നേ ഞാൻ പറഞ്ഞില്ല. കുമളി നല്ല, കേരളം നല്ല പറഞ്ഞു, തമിഴ്നാട് നല്ല. അല്ല, നാളികേരത്തിന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതല്ല, ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പം നമ്മൾ സംസാരിക്കാൻ നല്ലതാണ്. എനിക്ക് അയ്യോ ഞാൻ വണ്ടി ഓടിക്കുക. ഞാനത് കണ്ടോണ്ടിരുന്ന ഇതിൽ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ റിവ്യൂ വരുമ്പോ എപ്പോഴേലും ഒക്കെ വരും. ഇപ്പൊ നമ്മൾ വിചാരിക്കുമോ അങ്ങനെ 1-2 എടുത്ത് ഇട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ അതിന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതുപോലെ 3 മിനിറ്റ് ആയി. ഇതുപോലെ കാണും. പിന്നെ നല്ല മാങ്ങയായിരിക്കും. വേണ്ടേ അടിപൊളി മാങ്ങ. ഞാൻ പറഞ്ഞില്ലേ കുത്തി വെക്കാത്ത മാങ്ങയാണ്. അതായത് ഇവിടെ പിടിച്ചു. എങ്ങനെ എന്താ വില മാങ്ങ? മാങ്ങ മേടിയിട്ട് കഴിഞ്ഞപ്പോൾ നല്ല മുന്തിരിങ്ങ. ഇല്ല, ഒരു വെട്ടി 100 രൂപ. ഇതാ ഒന്നിനെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പിന്നെ കണ്ണി കാണുന്ന എല്ലാം മേടിക്കും. ആ പെട്ടി ഇഷ്ടപ്പെട്ടില്ല. ആണ്ടാ അതിന് സൗന്ദര്യം പോരാ, എല്ലാം ഒന്ന് നല്ലത് നോക്കിയെടുക്കുക.
അത്രേ ഉള്ളൂ. അതെ രാവിലെ കട്ടൻ ചായയാണോ അത്? അല്ല ജ്യൂസായിരിക്കും, മുന്തിരി ജ്യൂസ്. മാങ്ങ കഴിക്കണ്ടേ? എൻ്റെ കയ്യിലുണ്ട്, പിച്ചാത്തിയും കൂടെ ഇങ്ങെടുത്താൽ മതി. കഴുകണ്ടേ? ആ ശരി, പോയിട്ട് വരാം. തിരിച്ചു വരാം. അപ്പം വിട്ടു അതിന് വരാം. അതുകൊണ്ട് ആ മുന്തിരിപ്പാടത്തുനിന്ന് പറിച്ചായിരിക്കും. ഇപ്പൊ മാങ്ങയും മുന്തിരിയൊക്കെ ആയി. എന്താ അമ്മയ്ക്ക് മാത്രം കഴിച്ചാൽ മതി, പറയുന്ന കേട്ടത്തൊന്നും നിങ്ങൾക്കൊന്നും കഴിക്കണ്ടോ? പിന്നെ നല്ല ചൂട് ഇഡലിയും വടയും സാമ്പാറും ചമ്മന്തിയും കിട്ടും. വേണ്ട ടീ കോഫി. അയ്യോ ഇതാണ് ആ കൈ താത്തിട്ടേ എനിക്ക് പിന്നെ ഐസ്ക്രീം കൂട്ടി ചപ്പാത്തി ഇരുന്നാ ഞാൻ പണ്ട് ഗുജറാത്ത് പോയിട്ട് വന്നപ്പം. അല്ല എവിടെയെങ്കിലും മുന്തിരി നടന്ന് നോക്കിക്കൊണ്ടിടാം. നേരത്തെ മുന്തിരി നടന്നുണ്ടായിരുന്നേ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. നമ്മൾ സ്ഥിരം മേടിക്കാറുള്ള ഇവിടെ അല്ലേ? ഇവിടെ തുറന്നിട്ടില്ല. അവിടെ ആ അമ്മച്ചി മാത്രം തുറന്നുകൊണ്ട് ഇവിടെയൊക്കെയാണ് മുന്തിരിപ്പാടം. കിട്ടിയില്ല, നോക്കണ്ട. ഇപ്പോഴും തിരുമിയാലും എനിക്ക് കൈവേദന ഉണ്ട്. അല്ല അത് മാത്രമല്ല, ഇപ്പൊ ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ചു. പിന്നെ തോന്നിടത്തൂടെ പോയാ ഇതിപ്പോ നമ്മള് ഹോട്ടലിൽ പോകാൻ വേണ്ടി പോകുന്നതാണോ അതോ ആണോ? അല്ല അപ്പൊ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരണോ? ഹോട്ടലിൽ പോകണ്ടായിരുന്നെങ്കിൽ അതിൽ നേരെ അങ്ങ് പോയാൽ കണ്ടോ? വാഗപ്പൂ കണ്ടോ? ഇനി എപ്പോഴും കാണാം വാഗപ്പൂ. അണ്ട് അവിടെ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടി കളറുണ്ട്. നീ എവിടെ പോയാലും കാണുമല്ലോടാ പടക്കക്കട. ഭാഗ്യമായി. കമ്പം CUMB തങ്കം മസിൽ വല്ലതും ഉണ്ടോ നോക്കാം. കൊള്ളാം. ഇത്രയും നല്ല ഫോട്ടോ ഉണ്ട്. ഇതേ ആ ചെയ്തോ. ഡെലിവറിയുടെയൊക്കെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാണുമെന്ന് ദേഹത്തിനറിയാം. ആരും ഇല്ല, രാവിലെ തുറന്നതേ ഉള്ളൂ. ആയില്ല. എന്നാ പോ, ഇവിടെ ആയില്ലല്ലോ. വേണം. അല്ല വണ്ടി ഇവിടെ കിടന്നോട്ടെ, നമുക്ക് അന്നപൂർണ്ണ എന്ന് കഴിക്കാം. തങ്കമ്മസ് ആയിരുന്നെങ്കിൽ നല്ല ഈ സാധാരണ ചായ കാണും. ചോദിച്ചിട്ട് വന്നിട്ട് കയറാം എല്ലാവരും. അല്ലടാ ഇല്ല, നീയും പോ, അച്ഛനും പോ, പിന്നെ ഞാൻ മാത്രം ഇവിടെ വയ്ക്കേണ്ടി വരും. ഇവിടെ ഒന്നും ആയിട്ടില്ല. അവരറിയുന്ന ഈ കൊച്ചുകൾ പങ്കാളിത്തെ കഴിക്കാൻ വരും. ഓക്കെ, ഭാഗ്യം കിട്ടി കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നോക്കാൻ പോയതേ ഉള്ളൂ. ആയോ അവിടെ ചെല്ലുമ്പോൾ വെന്തില്ലെങ്കിലോ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. നോക്കിയിടാം. 58 മിനിറ്റ് ഉള്ളൂ വീഡിയോ എടുക്കാൻ. ഇഡലി എന്തൊക്കെ ഉണ്ടെന്നാലും ഒന്ന് ചോദിക്കൂലേ. ഇഡലി ആ പാൻ എങ്ങനെ തണുക്കാം. ഇഡലി, ചൂടിഡലി, വട, ചമ്മന്തി.
ഇപ്പം എനിക്ക് കൊണ്ടുവിടാം. ആ ചെസ് ബോർഡ് അങ്ങോട്ട് മാറ്റി പോയി, എന്നിട്ട് കഴിക്കും. ചമ്മന്തി അരയ്ക്കുന്നേ ഉള്ളൂ. ഇത്ര കൊച്ചുളുപ്പം കാലത്തെ കയറി വരാൻ നമ്മളോട് നല്ല ചൂട് വട കേട്ടോ. കൈ വെള്ളിപ്പോയി. ഫാൾസ് ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ആ ചോളം പിന്നെ കണ്ടില്ല കേട്ടോ. ചോള കൃഷി ഉണ്ടായിരുന്നു 2 സൈഡിലും നല്ല കൃഷികൾ. ചോളം ഒരു സൈഡിൽ വിളഞ്ഞത് ഒരു സൈഡിൽ വിളയാത്തതൊക്കെ നമ്മൾ കാണുന്ന മേടിക്കാൻ ചോദിച്ചു. ആ പാലത്തെ കയറണോ നമുക്ക്? അതെങ്ങോട്ട് പോകുന്ന പാലമാ? അതുകൊണ്ടാ ഡിണ്ടിക്കൽ വലത്തോട്ട്. ഇതിലേ ആയിരിക്കും ഇല്ലേ? ഏതാണ്ടേ തിരക്കായി കേട്ടോ. അതെ അതെ. അല്ല വരുമല്ലോ. ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി എന്ന് പറയുന്നത് നോൺ വെജാ. അവിടെ ബിരിയാണി എടാ, അവിടെ വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എന്ന് പറഞ്ഞ് നമുക്ക് പോകേണ്ടടുത്തല്ലേ പോകാൻ പറ്റുമോ? നിനക്ക് പോകണമെന്ന് പറഞ്ഞു. എടാ അപ്പുറത്തെങ്ങാനും ഉണ്ടെന്നും പറഞ്ഞ് ഇതൊന്ന് പോയാൽ നമ്മൾ എവിടെ ചെല്ലും? ചെന്നൈയിലെ പോക്ക് നേരെ വളക്കില്ല. അതുകൊണ്ട് തിരിയും മാല പോലെ. വളഞ്ഞൊടി വാഗ. ഇതാണോ ഈ വാഗമൺ? പാലം കയറാനല്ലേ പോന്നേ? ഒരു പാലക്കാരനും ഇതാണ്ടേ പാലം കിട്ടുന്നില്ല. ഡിണ്ടുകല്ലേക്ക് 4 കിലോമീറ്റർ ഉള്ളൂ ഇനി. അയ്യോ, അപ്പൊ ബിരിയാണി കഴിക്കാൻ പറ്റും. 11 മണിക്ക് തുറന്നു. പാലത്തെ കയറിയില്ലല്ലോ. ഇവിടെ പാലത്ത് കയറാൻ പറ്റുന്നത് നമ്മൾ മധുരയിൽ വരുവായിരുന്നെങ്കിൽ ഈ പാർട്ടികൾ വരാൻ പറ്റും. മധുര പോയിട്ട് വന്നാൽ മതി. അതെ, തലപ്പാക്കട്ടി ബിരിയാണിയുടെ പരസ്യം എനിക്ക് വായിക്കാറിയത്തില്ല. തലപ്പാക്കട്ടി ബിരിയാണിയാണ്. ചീനി 60 കിലോമീറ്റർ ഉണ്ടെന്ന് പറയാം. ഇതാണ് ഒതന്റിക് ഡിണ്ടിക്കൽ ബിരിയാണി. കണ്ടാവും അത് അപ്പുറത്തല്ലേ എഴുതിയത്? ബോർഡ് വായിക്കാൻ വയ്യ. ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞാൽ ഡിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി. എന്തോ ചിക്കനാണോ? നമുക്ക് പറ്റത്തില്ലല്ലോ. അവിടെ വെജ് ഡൈനിങ് ഉണ്ട്. ഏതൻ ഗാർഡൻ വെജ്. അവിടെ ഈ ഇതുപോലെ കാണും, വെജും കാണും. ഡിണ്ടിക്കൽ ബിരിയാണിയുടെ ആ മസാല വെച്ച് വെജ് ബിരിയാണി ഉണ്ട്. അതൊക്കെ പോയാൽ മതി. പതുക്കെ സ്പീഡിൽ പോയാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പാലം കയറി. ഓ, എന്റെ ഫോൺ നീ പതുക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അത് കരൂരിന് പോകുന്ന വഴിയാണെന്ന്. നമുക്ക് നേരെ മറ്റേ രീതിയിൽ വരുമ്പോൾ കരൂരിന് പോകുന്ന വഴി നമുക്ക് നേരെയാണ് പോകുന്നത്. വലത്തോട്ട് പിടിച്ചു പോകും. ഈ വഴി നോക്കി ഓടിക്കണം. അവന്റെ ഒരു പാലം
അത് എത്ര പൊതിയാണതാ? അത് കരൂരിന് പോകുന്ന വഴിയാണ്, മോളിൽ കൂടെയും താഴെ കൂടെയും പോകുന്ന വഴി. നമുക്ക് നേരെയാണ് പോകേണ്ടത്. എങ്ങോട്ടെങ്കിലും പോയാലേ അവന് പാലത്തെ കയറിയാൽ മതി. അങ്ങനെ വന്നാൽ നീ എങ്ങനെ പോകും? ഇവിടെ ഇങ്ങോട്ട് തിരികെയാണ്, കണ്ടില്ലേ? അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടല്ല പോകണ്ട, അതങ്ങോട്ട് കരൂര് പോയി സേലത്ത് പോവുകയാണ് ആ വഴി. സേലം സേലം നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പൊ വന്ന് മറ്റത് വന്നു, കോള് വന്നു. പാലത്തെ കയറിയില്ല, ടോള് കൊടുക്കേണ്ടി വന്നു. ഈ സാധനം ഉണ്ടെങ്കിൽ ഞാനില്ല. അതുകൊണ്ടാ ബിരിയാണി എന്തൊക്കെ രണ്ടിക്കൽ അവിടെ രണ്ടിക്കൽ ബിരിയാണി ഉണ്ട്. ഈ പരിപാടിയാണ് ഞാൻ ഇനി കളിക്കുന്നത്. എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അത് ഇവിടെയാണോ കിട്ടുന്നത്? ഗോൾഡ് സ്റ്റാർ ബിരിയാണി. അവര് ഉച്ചയായിട്ടേ പൊട്ടിക്കത്തുള്ളൂ അല്ലേ ദമ്മ? തന്നെയല്ല അത് നോൺ വെജ് അല്ലേ? അവിടെ ബോർഡിൽ നോക്കി അറിയാം. അതുകൊണ്ട് അവിടെ വിലയൊക്കെ ഉണ്ടടാ. ആ നീ എടുത്തോ, ഫോട്ടോ എടുത്തോ. അപ്പോൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. ദുണ്ടുക്കൽ നിന്റെ പട്ടസൻ മേരീസിന്റെ പിള്ളേരായിരുന്നല്ലേ അത് കൂടുതൽ? പട്ടസൻ മേരീസിന്റെ നേരെ ഓപ്പോസിറ്റ് ദുണ്ടുക്കൽ ദം ബിരിയാണി. ഞങ്ങൾ മേടിച്ച മാങ്ങയൊക്കെ ചെത്തി തിന്നു. ഇനി അടുത്ത മുന്തിരിങ്ങ കഴുകി തിന്നാന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയതാണ്. അതുകൊണ്ട് ഒരാൾ ഫ്രണ്ടിൽ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കും. മുന്തിരിങ്ങ കഴുകി തിന്നാം. മുന്തിരിങ്ങ തിന്നാം, മുന്തിരിങ്ങ. ആ വയ്ക്കോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. കഴുകി തുടച്ച മുന്തിരിങ്ങ. തോട്ടത്തിൽ നിന്ന് പറിച്ച മുന്തിരിപ്പാടത്തു നിന്ന് പറിച്ച മുന്തിരിങ്ങ. അപ്പം ഇനി ഉണ്ണാം ഉച്ചയ്ക്ക്. ചോറൊന്നും തുറന്നില്ല ഞാൻ. ആ മതി കിട്ടി. അതെന്താ ഇത്രയും മഴ പെയ്തിട്ട് പറ്റിപ്പോയോ? മഴ കേരളത്തിലല്ലേ? ഇത് ശരിക്കും കാവേരി നദിയാണോ ഇത്? ആ വീഡിയോ എടുത്തത് ലോറിക്കാരൻ ഇത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതേ അയാൾ എന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ മറച്ചോണ്ട് വരുന്നു. ഓക്കെ കണ്ടോ? കണ്ടു കാവേരി നദി കണ്ടെടുത്ത് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞുപോയി. ശ്രീരംഗം. ഈ വണ്ടികൾക്ക് ഞാൻ വീഡിയോ എടുക്കരുത് എന്തോ വാശിയുള്ള പോലെയാണ്. അവർക്ക് വണ്ടി ഓടിക്കണ്ടേന്നല്ല, എനിക്ക് വീഡിയോ എടുക്കണ്ടേ. ചെറുക്കനാണെങ്കിൽ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി സ്പീഡിൽ വിടാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ. കണ്ടോ, ഇതാ ഞാൻ വീഡിയോ എടുക്കാത്ത ഉള്ള വണ്ടിക്കാരെല്ലാം എൻ്റെ വീഡിയോ മറക്കാൻ പറ്റും. ഇതെവിടെയാടാ? നമ്മൾ തൃച്ചിക്കാണോ പോയെ? ഇത് കഴിഞ്ഞോ? തിരിച്ചു വരുമ്പോൾ കാണാം. സമയപുരം സമയപുരമല്ല ദീർഘം. അതെവിടുന്നാ? ഇതിന്റെ മറ്റേ ഭാഗമായിരുന്നു അപ്പുറത്ത്. അത് കൊള്ളാം കേട്ടോടാ. അതെന്തോ അത് ഓവർടേക്ക് ചെയ്ത വണ്ടിയെല്ലാം പോയി കേസ്. അതിന്റെ സങ്കട.
കാണാൻ പറ്റത്തില്ല, ബോർഡ് വെച്ചേക്കുന്നുണ്ട്. അതാണോ? ലിണ്ടിക്കൽ തലപ്പാക്കട്ടി. ആ, അയാൾ വിചാരിക്കും നമ്മൾ കഴിക്കാനാണെന്നേ. നമ്മൾ വെജിറ്റേറിയനാ മാമ. അയ്യോ, എന്തൊരു ചക്ക വിൽപ്പനയാ അത്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ട്. കേരളത്തിൽ നിന്ന് കൊണ്ടിരുന്നതായിരിക്കും ഇല്ലടാ. വേണ്ടേ. ഓ, അടിപൊളി വരിക്കച്ചക്കയായിരുന്നത്. നമ്മളെടുത്ത് കളി, അവരിവിടെ ദേ കാച്ചിന് വിൽക്കാൻ വെച്ചേക്കുന്നു. കണ്ടോ അടയാർ ആനന്ദഭവൻ? അടിപൊളി. അങ്ങനെ അടയാർ ആനന്ദഭവൻ കണ്ടുപിടിച്ചു. നമുക്ക് ചോറുണ്ണാം. അടയാർ ആനന്ദഭവൻ പറഞ്ഞതിന് 2 മിനിറ്റ് നേരത്തെ ഹോട്ടലിൻ്റെ ഇതേണ്ട ഇതാടാ അടുത്ത വശത്ത്. അയ്യോ, നല്ല തിരക്കുണ്ട് കേട്ടോ. ആണോ? ചോറുണ്ണാം. കാണിച്ചേ, ഫ്രണ്ടെന്ന് കാണിച്ചേ. ദോശ ലഞ്ച് റൈസ് ഉണ്ട്, സാമ്പാർ റൈസ്, വെറൈറ്റി റൈസ്, ചപ്പാത്തി, പൊറോട്ട, മിനി ലഞ്ച്, വെജിറ്റബിൾ ദം ബിരിയാണി, സൗത്ത് ഇന്ത്യൻ താലി, നോർത്ത് ഇന്ത്യൻ താലി, സൗത്ത് ഇന്ത്യൻ മീൽസ്. കർഡ് റൈസും പറഞ്ഞ് ഓണം പറ. സൗത്ത് ഇന്ത്യൻ താലിയാണ്. സൗത്ത് താലിയാണ്. ഇത് മതി, സൗത്ത് ഇന്ത്യൻ ഇത് മതി. ഇത് ബിരിയാണി പറയാം. ഒരു വെജ് ബിരിയാണി, ഒരു സൗത്ത് ഇന്ത്യൻ മീൽസ്, ഒരു ഇത് പറയാം. നമുക്ക് മീൽസ് കണ്ടിട്ട് കഴിക്കാം, താലി ഇതും കഴിക്കാം, ബിരിയാണി കഴിക്കാം. അച്ഛനൊക്കെ എന്തോ? അച്ഛന് കർഡ് റൈസ്. അത് മതിയോ? ഒരു കർഡ് റൈസ്, ഒരു ദം ബിരിയാണി, ഒരു സൗത്ത് ഇന്ത്യൻ മീൽസ്. 3 മേടിച്ചിട്ട് 3 എല്ലാവർക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ബിരിയാണി വേണ്ട, 3 പറഞ്ഞിട്ടില്ലയോ? ഒരു വെജ് മീൽസ്, അത് ഇന്ത്യൻ മീൽസ്. ആ, അത് നമുക്ക് അച്ഛനോട് കൊടുത്തൂടെ? സൗത്ത് ഇന്ത്യൻ സാമ്പാർ, രസം. ഇതാണോ മീൽസ്? ഇന്ത്യൻ മീൽസ് ഒന്നുമില്ലല്ലോ, അല്ല മീൽസാ. സൗത്ത് ഇന്ത്യൻ മീൽസിലാണെങ്കിലും ഉണ്ടല്ലേ ചപ്പാത്തി. എത്ര ചപ്പാത്തിയോടെ? ഒരു ചപ്പാത്തി, ഒരു പപ്പടം, ചോറ്, സാമ്പാർ, തൈര്, കുറുമ, ഇത് തീയൽ, ഇത് അവിയൽ പോലത്തെ ഒരു കൂട്ടാൻ. ഏതിതോ? ഇത് ഇതായിരിക്കും മസാലക്കറി. ഇത് മറ്റേതാണോ കേസരി? അങ്ങനെ ഉണ്ടെന്ന് നോക്കാണ്ട്. അവിടെ എന്തുകൊണ്ട്? രസം. രസം, തോരൻ. അടുത്തത് വന്നു. അടുത്തത് തൈര് സാദം, ബിരിയാണി. അപ്പോൾ എല്ലാമായി. 3 കൂടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ജസ്റ്റ് ഫോട്ടോ ഇനി കഴിക്കട്ടെ. അറ്റാ അതാ പറഞ്ഞത്. ടാ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന കാണാൻ. അപ്പോൾ ഇനി നേരെ കൽപ്പാക്കമല്ലയോ? നേരെ ഇതെവിടെയാ സ്ഥലം?
കൽപ്പാക്കം വരെ പോകണ്ടേ? ആ എൻ്റെ ഇപ്പുറം ആയിരിക്കും. ശരി, ആ ഓക്കോ, ആ എടുത്തു. ഇങ്ങനെ കൽപ്പാക്കമായി പറഞ്ഞു. അതിലേ ഇതില്ലേ? ആ നമ്മൾ അങ്ങ് പോയില്ല. അപ്പം ഇനി ഇവിടുന്ന് വലത്തോട്ട് വല്ല വഴിയും കാണില്ല. അല്ല അങ്ങോട്ടാണോ? ആ സോറി മാപ്പേ, അത് ശ്രദ്ധിച്ചില്ല. അതിനിടയ്ക്ക് വഴി പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഇടയ്ക്ക് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും, കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ പടിഞ്ഞാട്ട് പോകും. ഇപ്പം നമ്മൾ ചങ്ങൽപ്പുറത്തുനിന്ന് വരുന്ന പോലെ ആയില്ലേ? അതിനുവേണ്ടി ഇങ്ങനെ നന്നായി അല്ലേടാ? മാങ്ങയൊക്കെ വന്നായിരുന്നടാ. 626 കിലോമീറ്റർ 13 മണിക്കൂറായോടാ. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 13 മണിക്കൂർ. ഇനി അരമണിക്കൂറൂടെ വേണ്ടി വരത്തില്ലേ? അതെയോ? അപ്പോൾ 13 മണിക്കൂർ കൊണ്ട് 626 കിലോമീറ്റർ. കുട്ടമ്പേരൂർ ടു കൽപ്പാക്കം. ഇതിന് ശരിക്കും ഇവിടെ കൽപ്പാക്കം തന്നെയാണോ പറയുന്നത്? ഇതൊക്കെ അവരുടെ ബിൽഡിങ്ങുകളായിരിക്കും. അണുശക്തി ഗവേഷണ കേന്ദ്രം അതാ അവൻ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? അണുപുരം. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാ? അതിൽ കാണുമല്ലോ. പൊക്കോട്ടെ. In 200 meters, turn left. അതുകൊണ്ട് അമ്മയിപ്പാക്കം ടേൺ ലെഫ്റ്റ്. ഓ ദേ ഇതാണ് അവരുടെ എൻട്രൻസ്. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. പൊതികൈ ഇച്ചിരി മുമ്പ് കിട്ടാലേ പൊതികൈന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഓക്കെ. ഇത് എത്ര നിലയടാ? ക്യാമറയ്ക്കകത്ത് കൊള്ളുന്നില്ല, വെളിയിറങ്ങി വെച്ചെടുക്കും. ബാക്കി നിതീഷനോട് ചോദിച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്ററായി? കറക്റ്റ് 626 അങ്ങനെ വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങിയ യാത്ര വൈകിട്ട് 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൽപ്പാക്കം മണപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളെ നോക്കി അവിടെ ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളുടെ ആദ്യക്കുട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപാടെ അവനെയും അഞ്ജലിയും കൂട്ടി ഞങ്ങൾ ടൗൺഷിപ്പ് എല്ലാം കാണാനായിട്ട് പോയി. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാഴ്ചകളും എല്ലാം നാളത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.